അപ്പൊ എക്കാലത്താണ് ഇവിടെ കുഴപ്പമുണ്ടാകാന്നറിയോ? എപ്പോഴാ? അപ്പൊ നമ്മൾ നോക്ക്, വലിച്ചു കൊടുക്കുന്നതിന്റെ മോനെ, വലിക്കുന്നതിന്റെ പേരെന്താ? കാർബൺ ഓക്സിജൻ. പുറത്തേക്ക് വിടുന്ന ഈ സാധനത്തിന്റെ പേരെന്താ? കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു കുറ്റി LPG ഗ്യാസിന്റെ വില എത്ര? ഇന്നലെ ഞാൻ മേടിച്ചു 375, 80, 400 ഒക്കെ പറയുന്നത്. ഇപ്പൊ 100 രൂപയും കൂടാൻ പോവുകയാണെന്നാണ് പരിഗണനയില്ല. 14.5 അല്ലെങ്കിൽ 15.5, 15 കിലോ വില വരുന്ന ഒരു കുറ്റി ഗ്യാസ് എത്ര ദിവസം കത്തിക്കാന്ന് നമ്മളെക്കാൾ വിദഗ്ധകളായി ഈ മറവിന്റെ അപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങൾ അവരോട് ചോദിച്ചാൽ പറഞ്ഞു. ഒരു 4-5 ആളുകളുള്ള ഒരു ലഘു കുടുംബമാണെങ്കിൽ ഒരു 21-22 ദിവസം വരെ കത്തിക്കാം. ഒരു 10-15 ആൾക്കാരുള്ള കുടുംബമാണെങ്കിൽ 2-3-4 ദിവസം കൊണ്ട് അത് കാലിയായി തീരും. 450 രൂപ കൊടുത്താൽ 25 ദിവസം പാചകം ചെയ്യാനുള്ള ഗ്യാസിന്റെ വിലയാ 450 രൂപ. എന്നാൽ ഈ ഓക്സിജന്റെയോ ഒരു ശ്വാസം തടസ്സമുള്ള രോഗിയെ നിങ്ങൾ കാഷ്വാലിറ്റി എന്ന് പറയുന്ന എമർജൻസി വാർഡിൽ കൊണ്ടുപോയാൽ ഡോക്ടർ പറയും ഇയാൾക്ക് ശ്വാസം ശരിയല്ല, അതുകൊണ്ട് ഓക്സിജന്റെ പൈപ്പ് വെക്കണോ, മൂക്കും കൂടെ 2 പൈസ അങ്ങനെ കയറ്റി വെക്കും. നേരം വെളുക്കുമ്പോഴേക്കും ഒരു സിലിണ്ടർ മുഴുവൻ അയാൾ കാലിയാക്കിയിട്ടുണ്ടായിരിക്കും. 950 രൂപയാണ് ഒരു കുറ്റി ഓക്സിജൻ സിലിണ്ടർ ആശുപത്രി ചാർജ് ചെയ്യുന്നത്. 24 മണിക്കൂറിന് ശ്വസിക്കാൻ അയാൾക്ക് 2000-ഓളം രൂപ വേണം ഓക്സിജന്റെ വില. അപ്പോ ഒരു 75 കൊല്ലം ശ്വസിക്കുന്ന ഓക്സിജന്റെ വില എത്രയാ? നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വാതിൽ വരുമ്പോൾ ഓക്സിജന്റെ ബാക്കിൽ പോയി കെട്ടിത്തൂക്കിയിട്ടല്ല വരുന്നത്. കുടിക്കേണ്ട വെള്ളം മിനറൽ വാട്ടറിന്റെ കാറിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇടക്കിടയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഹോട്ടലുകൾ ലഭ്യമാണ്. പക്ഷേ നിങ്ങൾ അമേരിക്കയിൽ പോയാലും ആഫ്രിക്കയിൽ പോയാലും അന്റാർട്ടിക്കയിൽ പോയാലും ശ്വസിക്കാനുള്ള ഓക്സിജൻ ഉണ്ടല്ലോ. എന്നാൽ ഇവിടെ ദാരിദ്ര്യം വരുന്നത് എപ്പോഴാണെന്നോ? ശ്വസിക്കാനുള്ള ഓക്സിജൻ അതിന് ക്ഷാമം വന്നാൽ ദാരിദ്ര്യം വരുമെന്നുറപ്പാ. കാരണം ഇവിടെ ശ്വസിക്കാനുള്ള ഓക്സിജൻ എത്ര അളവുണ്ടോ അത്ര കണ്ട് സൃഷ്ടികൾക്ക് ജീവിക്കാനുള്ള സ്പേസ് അല്ലാഹു പ്രപഞ്ചത്തിൽ വെച്ചിട്ടുണ്ട് മോനെ. അതാണ് ഖുർആൻ പറഞ്ഞത്, വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ ഒരു ചെറുത് മുതൽ വലുതുവരെയുള്ള സകല ജീവജാലങ്ങളെയും പടച്ചു വിടുമ്പോഴേ അല്ലാഹു അതിന്റെ ഭക്ഷണവും അക്കോമഡേഷൻ ഇവിടെ നിയന്ത്രിച്ചു വെച്ചിട്ടുണ്ട്. ആ അള്ളാഹ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് കുടുംബാസൂത്രണം. ചില ആളുകൾ പറഞ്ഞു പോയി കുട്ടികൾ വേണ്ട, ഉണ്ടാക്കുകയാണെങ്കിൽ 1 മതി, ആണായാലും പെണ്ണായാലും 2 മതി നേരുന്നു പണ്ട് പറഞ്ഞത്. ഇപ്പൊ ട്രാൻസ്പോർട്ട് ബസിന്റെ പിന്നിൽ എഴുതിയിരുന്നു ആണായാലും പെണ്ണായാലും 1 മതി, ഒന്നും ഇല്ലാതിരുന്ന അത്രയും നല്ലതാണ്. എന്തായാലും വെച്ചത് കുട്ടികളുണ്ടായാല് വിശക്കൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ മൊയ്യല്? നമുക്കിങ്ങനെ പറഞ്ഞു വയലുറഞ്ഞ് നടന്നാൽ മതി. അടുത്ത് ഞങ്ങളുടെ ഈ കമ്മീഷന്റെ പണി തന്നെ ഈ പോപ്പുലേഷൻ നോക്കലും ജനസംഖ്യാനുപാതികമായി കണക്കെടുപ്പലും റിസർവേഷൻ കൊടുക്കുക. റിസർവേഷൻ ആർക്കൊക്കെ കൊടുക്കണം, കൊടുക്കണ്ട, കൊടുക്കുന്നവർക്ക് എത്ര % കൊടുക്കണം, ഇത് തീരുമാനിക്കുന്ന സിവിൽ കോടതിയാണ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. അപ്പോ നേരത്തെ സമയത്തൊരു വലിയൊരു വിപ്ലവം ഉണ്ടായി. ഇന്ത്യയിൽ ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ളത് കാശ്മീരിലും കേരളത്തിലുമാണ്. കേരളത്തിൽ ഏറ്റവും അധികം ജനസംഖ്യാ വർധനവ് കാണിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അവിടെ 90% മുസ്ലിങ്ങളാണ്. അപ്പോ ഒരു പത്രത്തിൽ ഒരാളെ ഈ ആദ്യന്മാരും മൊയ്യന്മാരും നടന്ന് പെണ്ണെട്ടിയിട്ട് ഓരോരുത്തർ 5-6 പെണ്ണെട്ടിയിട്ട് ഓരോന്നിനും 10-12 മക്കളാണ്. ഒരു ഇലക്ഷന് നിന്നാൽ വാപ്പ നിന്നാൽ മക്കളെ ഒട്ട് മാത്രം മതി വാർഡ് മെമ്പറാവാൻ. ആ നിരക്ക് കുട്ടികളുണ്ടാക്കി വെച്ചതുകൊണ്ടാണ് ഇവിടെ ഭക്ഷ്യക്കമ്മി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് നിയന്ത്രിക്കണം, നിർബന്ധപരമായി കുടുംബാസൂത്രണം, ഈ വർഗത്തെ പഠിപ്പിക്കണം, വന്ധീകരണം പഠിപ്പിക്കണം. ശരിയല്ല, ഈ 2 കമന്റും ശരിയല്ല. ഒന്ന് മുസ്ലിങ്ങളുടെ പോപ്പുലേഷന്റെ കാരണം ബഹുഭാര്യത്തല്ല. വളരെ വ്യക്തമായ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. മുസ്ലിങ്ങളിൽ എത്ര ശതമാനമാണ് ബഹുഭാര്യത്തുണ്ട് എന്ന് ചോദിച്ചാൽ 1% ചുവട്ടിലേ ഉള്ളൂ. പോയിന്റിലാണ് നിൽക്കുന്നത്, ഒന്നില്ല.
പള്ളിപണി ഇവിടെ തന്നെ ഒരു സർവേ നടത്തി കളയാവാണേ. ഒരു സർവേ ഇവിടെ ആവാം. നമ്മളിപ്പോ സർവേക്ക് വേണ്ടി സർവേ എന്ന് പറഞ്ഞാൽ മലക്കുകളൊന്നല്ലേ നമ്മളല്ലേ നടത്തുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയാൽ മാത്രമല്ല സർവേ. നിങ്ങൾ നടത്തിയാലും ഞാൻ നടത്തിയാലും സർവേ ആവും. നടത്തുന്നവരൊക്കെ സർവേയർ തന്നെയാണ്. സർവേ നടത്തുന്നവന്റെ പേരാ സർവേയർ. അപ്പൊ ഇപ്പൊ വാലിന്റെ കഴിഞ്ഞ് പോകുമ്പോ ഒരു പുസ്തകത്തിൽ 2 കുട്ടികളെ അവിടെ നിർത്തിയ മുഹമ്മദ് ചോദിക്കുക, പേരെന്താ? മുഹമ്മദ്. വയസ്സെത്ര? 56. കുട്ടികളെത്ര? 2. ഭാര്യയെത്ര? 1. പോ. അടുത്താണ് വിളിക്കുക. പേരെന്താ? അബൂബക്കർ. വയസ്സെത്ര? 58. ഭാര്യയെത്ര? 1. കുട്ടികളെത്ര? 4. പോ. ഉറപ്പിച്ചു പറയാൻ ഈ ബാലിന്റെ മജ്‌ലിസിലിരിക്കുന്ന മുസ്ലിം സഹോദരന്മാരുടെ ഇടയില് 2 ഭാര്യമാരെ സ്വീകരിച്ചവർ ഏത് കാര്യകാരണത്തിന് വേണ്ടിയായാലും 1% കൂടില്ല എന്ന് ഡെഫിനറ്റായി പറയാൻ പറ്റൂ. എന്നാൽ ഏറ്റവും അധികം ബഹുഭാര്യത്വം നിലവിലുള്ളത് സവർണ വിഭാഗത്തിലാണ്. 6.4% ആളുകൾ അവരിൽ ബഹുഭാര്യത്വം സ്വീകരിച്ചവരാണ്. ഇത് സമസ്തയുടെ കണക്കല്ല, കാന്തപുരോത്സാഹത്തിന്റെ കണക്കല്ല, മർക്കസിന്റെ കണക്കല്ല, അവിടുത്തെ ലീഗൽ അതോറിറ്റിയുടെ കണക്കാ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന പരിപാടിയല്ല മുസ്ലിങ്ങൾക്ക്. നേരെ നമ്മൾ തന്തിയോളം വേറെ പണിയൊന്നുമില്ല. ഈ ഉത്പാദനം തന്നെ തൊഴിലേക്ക് വെച്ച് പോകേണ്ട ആൾക്കാർ കേട്ടോ. പിന്നെ എങ്ങനെ ഈ ജനറേഷൻ കൂടുന്നത്? 14.6 കോടി മുസ്ലിങ്ങൾ ഇപ്പൊ ഇന്ത്യയിലുണ്ട്. ലോകത്ത് ഇന്ത്യയിൽ വെച്ച് കഴിഞ്ഞാൽ 2ാം സ്ഥാനം ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. സൗദി അറേബ്യയിലുള്ള മുസ്ലിമിന്റെ 8 ഇരട്ടിയായി ഇവിടെ. ഖത്തറിലുള്ള മുസ്ലിമിന്റെ 16 ഇരട്ടിയായി ഇവിടെ. ലോകത്ത് 2ാം സ്ഥാനമുള്ള മുസ്ലിങ്ങളുടെ 2ാം സ്ഥാനമുള്ള രാജ്യം ഇന്ത്യ രാജ്യ. ഇതെങ്ങനെ ഉണ്ടായത്? പണം കൊടുത്തിട്ടല്ല, ഭീഷണിപ്പെടുത്തിയിട്ടല്ല, ആയുധങ്ങാലിച്ചിട്ടല്ല. തടിയന്റെ അവിടെ നസീറും കുമ്മായും നാസറിന്റെയും പ്രവർത്തനത്തിന്റെ ജിഹാദിന്റെ ഫലമായിട്ടല്ല. 4 ഉരുക്കിന് പാമ്പ് കാണിച്ച് 4 സ്ഫോടനം നടത്തിയിട്ടല്ല. ആ അൽഖായിദയുടെയും ബില്ലാദിന്റെയും സന്തതികളല്ല ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്. അവരുടെ ഒന്നും പ്രലോഭനമല്ല. അവരൊക്കെ വൈറ്റീനികളാ. അത് കണ്ട് കുഞ്ചൻ നമ്പ്യാര് പറയുന്നതാണ്, ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം. എല്ലാവരും വൈറ്റിപ്പഴുപ്പിന് വേണ്ടി ജീവിക്കുന്ന സംഘടനകളാ അവരൊക്കെ. അവരല്ല ഇസ്ലാമിന്റെ ആദർശൻ, അവരല്ല ഇസ്ലാമിന്റെ മാനിഫെസ്റ്റോ, അവരല്ല ഇസ്ലാമിന്റെ മുഖമുദ്രകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം മതം എങ്ങനെ വളർന്നു വലുതായി? 1921 മഹാകവി കുമാരനാശാൻ എഴുതിയുണ്ടാക്കിയ പുസ്തകമുണ്ട് ദുരവസ്ഥ. ഒരു വേള വായിച്ചോ, മാതൃഭൂമിയുടെ ഓഫീസിലേക്ക് വായിക്കാൻ കിട്ടും. മലയാള. ആ ദുരവസ്ഥ 1921 എഴുതിയത്. 1921 മലബാർ എന്ന് പറയുന്ന നിങ്ങളുടെ കോഴിക്കോട് മുതൽ മലപ്പുറം ഷർമൂർ പാലത്തിന്റെ ബോർഡർ വരെ മലബാറാ. അവിടെ അങ്ങോട്ട് കൊച്ചിയാ. ഞങ്ങളൊക്കെ കൊച്ചിക്കാരാ. ആ മലബാറില് മലബാർ നഗല എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലം. കുമാരനാശാന്റെ നാട് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലിരിക്കുന്ന കുമാരനാശാനോട് മലബാറിലുള്ള ചില വർഗീയവാദികൾ ചെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. ഇവിടെയുള്ള മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൂട്ടത്തോടെ മതപരിവർത്തനം നടത്തുകയാണ്, സ്ത്രീകളൊക്കെ ബലാത്സംഗം ചെയ്യുകയാണ്, കുട്ടികളൊക്കെ പിടിച്ച് മുസ്ലിമായി വൽക്കരിക്കപ്പെടുകയാണ്. ആ സമയത്താണ് 1921 മഹാകവി കുമാരനാശാൻ ആലപ്പുഴയിലെ തന്റെ വീട്ടിന്റെ അകത്തിരുന്ന് എഴുതിയുണ്ടാക്കിയ പുസ്തകമാണ് ദുരവസ്ഥ. ആ ദുരവസ്ഥയിൽ ഒരുപാട് പേജുകളിൽ മുസ്ലിങ്ങൾ അവർ നിശ്ചിതമായി കുമാരനാശാൻ വിമർശിച്ചു. പക്ഷേ ആ വിമർശിച്ച കൂട്ടത്തിൽ ആശാൻ സത്യം തുറന്നു പറഞ്ഞു. ആശാൻ പറഞ്ഞു, ഈ കാണുന്ന മുസ്ലിങ്ങൾ എങ്ങനെ അവിടെ ഉണ്ടായത്? ഭീഷണിപ്പെടുത്തിയിട്ടാണോ? വാല് കാണിച്ചിട്ടാണോ? പണം കൊടുത്ത് പ്രലോഭിപ്പിച്ചിട്ടാണോ? കൊലപാതകം നടത്തിയിട്ടാണോ? സംഘട്ടനമാണോ? യുദ്ധമാണോ? കലാപമാണോ? ഒന്നുമല്ല. ഈ കാണുന്ന മുസ്ലിം പോപ്പുലേഷൻ ജനസംഖ്യ വർധനവിന്റെ കാരണം ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടത്തോടെ കയറി വരികയാണ്. ഇപ്പോഴും അതന്നെ അവസ്ഥ. എങ്ങനെ കയറി വരാണ്ടായ കാരണം? ആട്ടും വിലക്കും വഴി ആട്ടും മറ്റും കൂട്ടർ സഹിച്ച് പൊറുതിമറ്റു വിട്ടതാം ഹിന്ദു മതം സ്വാതിയാൽ താനെ കെട്ടി കഴിഞ്ഞ നമ്പൂരി മതം. കേരളത്തിങ്കൽ മുസൽമാൻ പശ്ചിമ പാരങ്ങളിൽ നിന്ന് വൻകാരവും തീരും തിരകൾ കടന്നോരിമാലുള്ള വേറിയ വന്നവരകയില്ല. എത്രയോ ദൂരം വഴി തെറ്റു നിൽക്കേണ്ട വേള ചെറുമൻ പോയി തൊട്ടുകിട്ടാൽ ചിത്രാമവേനത്തി ചാരത്തിടുണ്ട തെറ്റും പഠിക്കണ്ട നമ്പുരാരെ. തൊട്ടുകൂടാത്തവരത്തിലൂടിക്കൂടാത്തവൻ ദൃഷ്ടികൾ കെട്ടാനും ദോഷമല്ലോ. കെട്ടില്ലാത്തോട്ടമ്മിലുള്ള തെറിഞ്ഞിന് ഒറ്റ
ചെന്ന ഹോജാതിമരങ്ങൾ. കുമാരനാശാന്റെ ദുരവസ്ഥ വായിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. ഇസ്ലാം മതത്തിൽ ആളുകൂടാനുള്ള കാരണം കുമാരനാശാൻ പറഞ്ഞുപോയി. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കണ്ടേറൂമൻ പോയി തൊട്ടിയിട്ടാൽ ചിത്രാമവേനത്തി ചാരത്തിടുന്നിട ചുറ്റും പെടിക്കണ്ട നമ്പർ